ജാക്സിനെ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി. പിന്നെ അതേപോലെ നമ്മൾ പഴയ കൂട് വെച്ച സ്ഥലത്ത് വാടകയ്ക്കായിരുന്നു. അപ്പം അവിടെ നിന്ന് മാറിയുകൊണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ കൂട് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സെറ്റപ്പ് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം കണ്ടുകയാണ് നമ്മളെ ഇപ്പുറത്തെ ഒരു സെറ്റപ്പ് എന്നാണ്. ഇവിടെ ഏകദേശം ഒരു വർഷം അടുപ്പിച്ചാവേ ഉള്ളൂ ലോഫ്റ്റ് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിവിടെയും പ്രാവിനെ വളർത്തുന്നുണ്ട്. അപ്പം നമുക്ക് 2025 കഴിഞ്ഞ സീസണിൽ ഏകദേശം ഒരു 10-12ഓളം കുഞ്ഞുങ്ങളെ ഭയങ്കര ഇവിടുത്തെ ഫാൽക്കൻ അറ്റാക്കാണ്. അപ്പം 4 ചുറ്റും മരങ്ങളും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പറത്തി ഇറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്രാവിനെ പറത്തി ടൂർണമെൻറ്റ് വിടാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ എടുത്ത് സെയിൽ ചെയ്തു. അത്യാവശ്യം നമുക്ക് കീപ്പ് ചെയ്യേണ്ട ബേഡ് വെച്ചിട്ട് ബാക്കി നമ്മൾ സെയിൽ ചെയ്തു. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ അതേപോലെ തന്നെ ജോഡി അത്യാവശ്യം അൺലിമിറ്റഡ് ലൈനേജ് പറഞ്ഞ ജോഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രാവുകളെല്ലാം നിങ്ങൾക്ക് പ്രഷർ കാണിച്ചു തരും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മൾ തുടർന്ന് വീഡിയോ ഇടും. ഇപ്പം 2 വർഷമായിട്ട് നമുക്ക് കുറച്ച് തിരക്ക് പഠിത്തത്തിൻ്റെ കാര്യം എല്ലാം കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇട്ട് തുടങ്ങും. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഓരോ പ്രാവിനായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ കുറച്ച് ഒരു 8 സെറ്റോളം ഇപ്പോൾ മാക്സിമം കൂടുതൽ നമ്മൾ ജാക്കോഴി ലൈനേജാണ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രാവിനെ കാണിച്ചത് ഫസ്റ്റ് തുടങ്ങിയ കൊണ്ടയിലൊരു ജോഡിയാണ്. നമ്മുടെ മെയിൽ വന്നിട്ട് നമ്മളൊരു ചേണ്ട പ്രാവാണ്, ജയരാജ് എന്ന് പറയും, പുള്ളിക്കാരൻ്റെ ഒരു മെയിലാണ്. നമുക്കത് കുഞ്ഞടക്കം കൊണ്ടുവന്നു. ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് ജാക്രക്കുള്ള തന്നെ കോയമ്പത്തൂരിൽ നിന്നെടുത്തൊരു ഫീമെയിലാണ്. ജാക്രക്കൂട് കളങ്ങ ആണ് എൻ്റെ ഫീമെയിൽ. ഇവരാണ് ജോലി. ഇതിൽ മെയിൽ വന്നിട്ട് ജാക്ഷായിൽ മെയിലാണ്. നമ്മളൊരു പുതിയ പ്രാവാണ്. കഴിഞ്ഞ വർഷം നമ്മളെടുത്ത പ്രാവാണ്. ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് ജാക്രക്കുള്ള തന്നെയാണ്. ഇത് മലപ്പുറത്ത് നമ്മൾ എടുത്തത്. മലപ്പുറം ജസീം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ കയ്യിലെടുത്ത ഒരു ഫീമെയിലാണ് ജാക്രക്കുള്ള. ഒരു അൺലിമിറ്റഡ് ലൈനേജ് പറഞ്ഞ ഒരു ജോഡിയാണ്, മെയിലും ഫീമെയിൽ. അപ്പം അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. ഇതും നമ്മൾ മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നൊരു മെയിലാണ്. ജാക്കിപ്പുള്ളി തന്നെയാണ് മെയിൽ. പുതിയ പ്രാവാണ്. ഇതിൽ ഫീമെയിൽ നമ്മളെ പഴയ ഫീമെയിലാണ്. ജാക്ക് ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു. ആ ഫീമെയിലാണ് വെള്ളക്കലം മെയിൽ. ഇതാണ് ജോഡി കിട്ടുന്ന ഫീമെയിൽ. ഇതാണ് വാർത്ത പറയാൻ കാണിച്ചു തരാം. അടുത്ത് വന്നിട്ട് ജാക്ക് തന്നെയാണ്. ജാക്ക് ഇടത്തിരി വെള്ളം എന്ന് പറയും. നമ്മളൊരു വേണ്ടപ്പെട്ട അണ്ണൻ്റെ നേരത്തൊരു പ്രാവാണ്. അൺലിമിറ്റഡ് ലൈനിൽ ചേർന്ന ഒരു മെയിലാണ് ജാക്കി. ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് ഇതും പുള്ളിക്കാരൻ തന്നെ സെറ്റ് ചെയ്ത് തന്നൊരു ജോഡിയാണ്, ഫീമെയിലാണ്. ഫീമെയിലാണ്. ഇതാണ് ആദ്യം. അടുത്ത ജോഡി കാണിച്ചു തരാം. ഇതും ഒരു അൺലിമിറ്റഡ് ലൈനിൽ ചേർന്ന ഒരു നീരാണ്. കാട്ടുപുള്ളിയിൽ നീരാണ്. വലിയ പ്രാവാണ്. എൻ്റെ ഫീമെയിൽ വന്നിട്ട് ശൈലിയിലാണ്.
അടുത്തെന്ന് കൂടി ജാക്ക്, ഫുൾ ജാക്ക് സെറ്റാണ്. ഇതാണ് മെയിൽ ബേർഡ്. നമ്മളെ അമ്പലമുക്കുള്ള അനീഷ് എന്ന് പറഞ്ഞ ചേണ്ട നമ്മളെടുത്ത ഒരു മെയിലാണ്. മഞ്ഞ കണ്ണിൽ ജാക്കിൽ, ഫുൾ ജാക്കിൽ മെയിലാണ്. എൻ്റെ ഫീമെയിൽ കാണിച്ചു തരാം. ഫീമെയിലും പുള്ളിക്കാരൻ്റെ തന്നെ അടുത്തൊരു ഫീമെയിലാണ്. ജാക്കിൽ തന്നെയാണ്. ഇതാണ് ഒരു ജോഡി. ഇത് വന്നിട്ട് ഒരു വെള്ള സെറ്റാണ്. വലിയൊരു ജോഡിയാണ്. ഓൾഡ് ലൈനേജിൽ വലിയൊരു ജോഡിയാണ്. ഇതിൽ ഫീമെയിലിൻ്റെ അടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഫീമെയിൽ വന്നിട്ട്. ഇതിൽ മെജോറിറ്റി പ്രാവ് നമ്മൾ അമ്പലമൊക്കെയുള്ള അനീഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ എടുത്ത പ്രാവാണ്. തേജുണ്ട് ഫീമെയിലിന്. ഉള്ളതിൽ കലാൻ കണ്ടില്ല. ഓൾഡ് ലീനേജാണ്. ഇതിൻ്റെ മെയിനാണ് കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് മെയിലിന് അല്പം ഏജ് ഉണ്ട്. ഇത് 13 വയസ്സോളം പ്രായമുണ്ട് മെയിലിന്. രണ്ടും വെള്ളക്കലങ്കലാണ്. വെള്ളക്കലങ്കിൽ ജോഡി കുഞ്ഞുങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് ലൈനേജ് പറഞ്ഞ 2 പ്രാവുകളാണ്. അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. അടുത്ത് വന്നിട്ട് ജാക്ക് തലയുള്ളതിൽ ഒരു ഫീമെയിലാണ്. ഫീമെയിൽ. എൻ്റെ മെയിലിനെ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ജാക്രക്കുള്ളതിൽ ഒരു കിടിലൻ മെയിലാണ്. ആണ് മെയിൽ ജാക്രക്കുള്ള. അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. ജാക്സീനയിൽ ഒരു മീലാണ്. വേറെ കണ്ടിൽ അടിപൊളിയൊരു മീലാണ്. എൻ്റെ ഫീമെയിലിനെ കാണിച്ചു തരാം. ഫീമെയിൽ പഴയ നമ്മളെ ഓൺ ബ്രീഡ് തന്നെയാണ്. ജാക്സിനെ കലാനൊക്കെ ഉണ്ട്. ഇതാണ് ജോഡി. നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. ചാമ്പയിലാണ്, ഫീമെയിലാണ്. ചാമ്പ ജോഡിയാണ്. ഇതുകൊണ്ട് നമ്മളെ പഴയ പ്രാവ് തന്നെയാണ്. ഫീമെയിൽ ചാമ്പയിൽ. പക്ഷേ 2 വർഷം മുമ്പ് എടുത്ത ഫീമെയിലാണോ. പിന്നെ മെയിൽ വന്നിട്ട് കോയമ്പത്തൂരിനടുത്ത ഒരു മെയിലാണ്. അൺലിമിറ്റഡ് ലൈനേജ് പറഞ്ഞ ഒരു മെയിലാണ്. ചാണാ മെയിൽ. ചാണാ ജോഡി. അടുത്ത പ്രായം കാണിച്ചു തരാം. അത് കാശ്മീരി ചാമ്പയിൽ ഒരു ജോഡിയാണ്. ഇതുകൊണ്ട് ഫീമെയിലാണ്. നമ്മൾ പുതിയ പ്രാവാണ്. കഴിഞ്ഞ വർഷം എടുത്തത് ഫീമെയിലാണ്. കാശ്മീരി ചാമ്പയിൽ. ഇതിൻ്റെ മെയിലിനെ കാണിച്ചു തരാം. മെയിൽ വന്നിട്ട് നമ്മളെ ജയരാജമ്മയുടെ പ്രാവാണ്. ഇത് കാശ്മീരി ചാമ്പയത്തിൻ്റെ. ഇതാണ് ഒരു ജോഡി.
ജോഡി കാണിച്ചുതരാം. സബ്ജയിലൊരു ജോഡിയാണ് ഇത്. നമ്മളെ കഴിഞ്ഞ വർഷം എടുത്തൊരു പുതിയ ബേഡാണ് സബ്ജയിൽ. വലിയ പ്രാവ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ നമ്മളെ പഴയ ഫീമെയിൽ തന്നെ നമ്മളെ ഒറ്റക്കന്നെ സബ്ജിയാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ. ഇതാണ് ഒരു ജോഡി. അടുത്ത പ്രാവ് കാണിച്ചു. അടുത്ത് വന്നിട്ട് ഒരു പഴയ വഴി മഷിപ്പുള്ളി വരുന്ന ഒരു നീലാണ്. അപ്പോൾ ഈ പ്രാവിന് ചെറിയതായിട്ടൊരു വൈറസ് അടിച്ചായിരുന്നു. ഇപ്പം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്രാവശ്യം റെഡിയാക്കുന്നുണ്ട്. ഇപ്പം ജോഡി ചേർത്തേ ഉള്ളൂ. ജോഡി എല്ലാ പ്രാവിനെയും ജോഡി ചേർത്തിട്ട് ഏകദേശം 2-3 ദിവസമായേ ഉള്ളൂ. 2026 സീസണുള്ളൂ. നീലാണ്. ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് നമ്മളെ ജാക്കുവാരി ഫീമെയിലാണ്. ഇതാണ് ഫീമെയിൽ ചേച്ചിങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പഴയ പ്രാവ് തന്നെ. ഇതാണ് ജോഡി. നമ്മൾ ആ കൂട്ടിലെ ബ്രീഡിംഗ് പേരായതുകൊണ്ട് അടുത്ത് നമ്മുടെ ഇവിടുത്തെ കുറച്ചൊരു 8 ജോഡി ഉണ്ട്. അതും കൂടെ കാണിക്കാം. കയറിയിൽ വാലുമുള്ള വഴി ഒരു മെയിലാണ്. ഇതും നമ്മൾ കോയമ്പത്തൂർ നടത്തൊരു പ്രാവാണ്. കലാകണ്ടിലാണ് മെയിൽ. വലിയ പ്രാവ്. എൻ്റെ ഫീമെയിൽ വന്നിട്ട് നമ്മളെ പഴയ ഫീമെയിൽ തന്നെയാണ്. കണ്ണാടി കയറ ഫീമെയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ഇതാണ് ആ ഫീമെയിൽ, നമ്മളെ പഴയ ഫീമെയിൽ. ഇതാണ് ഒരു ജോഡി. സബ്ജറക്കുള്ളതിൽ ഒരു മീലാണ്. പുതിയ പ്രാവാണ്. മീൽബേഡ. ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് അനീർ എന്ന് പറയുന്ന നമ്മളൊരു ചാണ്ടയിൽ നമ്മൾ വാങ്ങിച്ചൊരു ഫീമെയിലാണ്. ഫീമെയിൽ 10-13 മണിക്കൂർ പറഞ്ഞ കുറവാണ്. ആണ് ഫീമെയിൽ. ഇവരാണ് ജോഡി. അടുത്ത ജോഡി കാണിച്ചില്ല. അടുത്ത് വന്നിട്ട് സബ്ജറക്കുള്ളതിൽ ഫീമെയിലാണ്. പറഞ്ഞൊരു ഫീമെയിലാണ്. ഇതിൻ്റെ മെയിൽ എന്നിട്ട് ഷായിലിരിക്കുന്നില്ല. വാലുവെള്ള വർഗം ഷായിലാണ്. ഇതാണ് ജോഡി. അടുത്ത ജോഡിയെ കാണിച്ചു തരാം. ഇത് സുറുമയിലൊരു മെയിലാണ്. നമ്മൾ മലപ്പുറത്ത് നടത്തൊരു പ്രാവാണ്. സുറുമയിൽ ഗുല്ലാണ്. ഗുല്ല് സുറുമ. ഫീമെയിൽ വന്നിട്ട് ചക്കത്തുള്ളിയിൽ ഫീമെയിലാണ്. ഇവരാണ് ജോഡി.
അപ്പുറത്തെ ജോഡി കാണിച്ചത്. ഷായിലിയുടെ ഒരു മെയിലാണ്. ഇത് സത്യം പറഞ്ഞാൽ ചാമ്പ ഷായിലിയാണ്. നമ്മുടെ ജയരാജന്റെ പ്രാവാണ്. അങ്ങനെ എൻ്റെ ഫീമെയിൽ വന്നിട്ട് കാശ്മീരി ചാമ്പയിലാണ്. ഇതാണ് ആ ജോഡി. അപ്പം അടുത്ത ജോഡിയെ കാണിച്ചു തരാം. ഇത് നമ്മളെ പഴയ ജോഡി തന്നെയാണ്. ജോഡിയുടെ കുട്ടിയുടെ ജോഡി ആണ് മെയില്, വെള്ളക്കയറ്. ഫീമെയിലെ കാണിച്ചു തരാം. സബ്ജയിലാണ് ഫീമെയിൽ സെറ്റ് ചെയ്തത്. ഇതാണ് അത്. അടുത്ത ജോഡി കാണിച്ചു. ഭാര്യയിലെ ജോഡിയാണ്. ഒരു നാഗറോഡ് പ്രാവാണ്. വേറെ നീലാണ്. അൺലിമിറ്റഡ് ലൈനിൽ ചേർന്ന ഒരു നീലാണ്. ധാരയിലാണ്. എൻ്റെ ഫീമെയിലും നാഗറോഡ് പ്രാവ് തന്നെയാണ്. 16 മണിക്കൂറോളം പറന്നൊരു ഫീമെയിലാണ്. ഇതാണ് അത്. അടുത്ത ജോഡി നമുക്ക് കാണിച്ചു തരാം. പഴയ ഫീമെയിൽ തന്നെയാണ്. മെയില് പുതിയ മെയിലാണ്. സ്വർണ്ണ റക്കമുള്ള ഫീമെയിലാണ്. നമ്മളെ പഴയ ഫീമെയിൽ തന്നെയാണ്. ഇതിന് നമ്മളിപ്പം ചേർത്തൊരു മീനിനെ കാണിച്ചു. റക്കുള്ള തന്നെയാണ്. കലങ്ങൻ കണ്ണിലൊരു അടിപൊളി മീനാണ്. ഇതാണ് ജോഡി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പ്രാവശ്യം 2026 സെറ്റ് ചെയ്ത ജോഡികൾ. ഏകദേശം 20ഓളം ജോഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ജോഡി സെറ്റ് ചെയ്ത് സംഭവം മെയിലും ഫീമെയിൽ ഇപ്പം ചേഞ്ച് ചെയ്ത് പുതിയ പ്രാവ് നമ്മൾ എടുത്ത് ആ പ്രാവായിട്ട് ഇപ്പം ഈ പ്രാവശ്യത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ പറത്തി വെക്കാൻ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രാവുകൾ നമ്മൾ ആ കൂട്ടിൽ മാറ്റിയിട്ടിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ ബ്രീഡ് ചെയ്ത പ്രാവ് അല്ലാതെ കുറച്ച് മെയിലും ഫീമെയിലായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ കഴിഞ്ഞ സീസണിൽ ജോഡി സെറ്റ് ചെയ്ത പ്രാവുകൾ. ഇതിൽ പഴയ പ്രാവുണ്ട്, പുതിയ പ്രാവുകളുണ്ട്. ഇതാണ് ഫീമെയിൽസ്. ഇതിൽ 2-3 കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതെ പഴയ നമ്മളെ ഫീമെയിൽസും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് കെട്ടി മാറ്റി വെച്ച കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ സീസണിലെടുത്ത കുഞ്ഞുങ്ങളാണ്. മെജോറിറ്റിയും ജാക്കറൊക്കെ ജാക്സായിട്ട് ആരെന്ന് പറഞ്ഞ പ്രാവുകളാണ്. തുടരെ നമ്മളിനി വീഡിയോ ഒക്കെ ഇടും. പുതിയ പുതിയ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് മാക്സിമം ഒരു 2 ആഴ്ചക്കകത്തൊക്കെ നമ്മൾ ഓരോ വീഡിയോ ഇടാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.